കേരളത്തിലെ LDF-ഉം BJP-യും തമ്മിലല്ല ഡീലുണ്ടായിരുന്നു. ഡീല് വളരെ വ്യക്തമാണ്. നിർത്തണോ തന്റെ ഈ പുഴു? BJP-കാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വോട്ട് മുഴുവൻ മറിച്ചിരിക്കുന്നു. ഇനി നീ എങ്ങാനും ഇവിടെ ഡീലുണ്ടായിരുന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം, അപകടകരമായ നിലയിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. BJP-യുടെ വോട്ട് വ്യാപകമായി കോൺഗ്രസിന് പോയിരിക്കുകയാണ്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇതിലൂടെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2020 വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഡീലിനുള്ള പരിപാടിയാണ് എന്ന് നമുക്കറിയായിരുന്നു. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് അനാവശ്യം പടക്കം നേരത്തെ വാങ്ങിച്ചു വെച്ചെങ്കിൽ അത് BJP ആയിട്ടുള്ള ഡീലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ശരിയാണ്, ഞാൻ ചതിയനാ, നിങ്ങളൊക്കെ ഞാൻ ചതിച്ചിട്ടുണ്ട്. പടക്കം വാങ്ങിച്ചു വെച്ചതിന്റെ കാര്യം BJP വോട്ടുകൾ മറിഞ്ഞു കിട്ടി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയായി. ഇത് ഒരു നെറികെട്ട രാഷ്ട്രീയമാണ്. ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. നീ മൊണ്ണയാടാ, ഔദ്യോഗികമായി പരാജയപ്പെട്ടു, ശരിയാണ്. എത്രയെന്ന് കരുതിയ ആൾക്കാരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്? ഇതിലൊരു രാഷ്ട്രീയ നാണക്കേടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാം. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 48% വാങ്ങിയിട്ടല്ല കോൺഗ്രസ് വിജയിച്ചത്. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശതമാനം താഴേക്ക് പോയതുകൊണ്ടാണ്. ഒരു മര്യാദ വേണ്ട, ആദ്യം അവനെടുത്ത് വിളിക്കണം.